ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ഫസ്റ്റ് ഓഫ് ഓൾ അത് റിയലിസ്റ്റിക് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കത് ഫോളോ ചെയ്ത് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആവശ്യത്തിന് ബ്രേക്കും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ഉള്ളൊരു ടൈം ടേബിളാണ്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യില്ലേ? അപ്പം നമ്മൾ രാവിലെ 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. 6 മണിക്കെങ്കിലും എല്ലാവരും എഴുന്നേൽക്കണം. 6 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു 15 മിനിറ്റ് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രഷിങ്, അതുപോലെ നമ്മുടെ കുളിക്കൽ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 7 മണിയാകുമ്പോഴേക്കും നമ്മൾ പഠിക്കാനിരിക്കണം. കൃത്യം 7 മണിയാകുമ്പോഴേക്കും എല്ലാവരും പുസ്തകമൊക്കെ എടുത്ത് പഠിക്കാനിരിക്കുക. അപ്പോൾ നമുക്ക് ബോട്ടണിയിൽ തന്നെ തുടങ്ങാം. ബോട്ടണി ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പമാണ്, ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞ് ഒരു 8:30ക്ക് നമ്മൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കൃത്യം 9 മണിയാകുമ്പോൾ ഫിസിക്സ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഫിസിക്സിന് ചിലപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ടിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടായിരിക്കും. എങ്ങനെയാണോ നിങ്ങൾ പഠിക്കുന്നത് അത് ഈ സമയത്തിൽ തന്നെ പഠിച്ചു തീർക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ബ്രേക്ക് ആവശ്യമാണ്. കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കുറച്ച് സമയം ബ്രേക്ക് എടുക്കണം. ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾ ടേബിളിൽ തന്നെ തല വെച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം. ബെഡിലൊന്നും കിടക്കാതിരിക്കുക, അതാണ് നോക്കേണ്ട കാര്യം. അത് കഴിഞ്ഞ് ഒരു 11:15 നമുക്ക് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാം. ഫിസിക്സിൻ്റെ പോലെ തന്നെ കെമിസ്ട്രിക്കും നിങ്ങൾ ക്ലാസ്സൊക്കെ കണ്ട് നോട്ട്സൊക്കെ എഴുതി വയ്ക്കുക. നോട്ട്സ് എല്ലാവരും എഴുതാൻ നോക്കുക, കാരണം നമുക്ക് പിന്നീട് റിവൈസ് ചെയ്യുമ്പോൾ ഈ നോട്ട്സ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുക. അപ്പോൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും എല്ലാവരും നോട്ട്സ് എഴുതണം. അപ്പോൾ കുറച്ച് നേരം നമ്മൾ കെമിസ്ട്രി പഠിച്ചതിന് ശേഷം ഒരു 1:15 to 2 മണി വരെയുള്ള സമയം നമുക്ക് ലഞ്ചിനുള്ളതാണ്. കുറച്ച് നേരം ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞ് 2 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് നമുക്ക് സുവോളജി പഠിക്കാം. NCERT നന്നായി വായിക്കുക. അതോടൊപ്പം തന്നെ ആ ഭാഗത്തു നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും ചെയ്തു പോവുക. അങ്ങനെ പഠിച്ച് NCERT വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അത് കഴിഞ്ഞ് 4 മണി ടു ഒരു 4 to 4:30 കുറച്ച് നേരം ബ്രേക്കാണ്. ചായ കുടിക്കുന്ന ശീലമുള്ളവർക്ക് അത് ചെയ്യാം, അല്ലാത്തവർക്ക് എന്താണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് 4:30 to 8 മണി വരെയുള്ള സമയത്ത് റിവിഷൻ ടൈമാണ്, അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി എന്നൊക്കെ പറയാം. നമ്മൾ അന്ന് ക്ലാസ്സിലെടുത്ത കാര്യങ്ങളും അതുപോലെ അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലതുപോലെ റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 8 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് നമുക്ക് ഡിന്നർ കഴിക്കാനുള്ളതും അതുപോലെ കുറച്ച് TV കാണുന്നുണ്ടെങ്കിൽ TV കാണാനുള്ളതും എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതൊക്കെ ചെയ്യാം ഒരു 10 മണി വരെ. അത് കഴിഞ്ഞ് കൃത്യം 10 മണിയാവുമ്പോൾ നമുക്ക് ടെസ്റ്റുകൾ ചെയ്യണം. ഓൺലൈൻ ടെസ്റ്റുകളൊക്കെ ഇന്ന് ഒരുപാട് അവൈലബിൾ ആണ്, അതിലേതെങ്കിലും ചെയ്യാം. പക്ഷേ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു ടെസ്റ്റെങ്കിലും അറ്റൻഡ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ ടെസ്റ്റ് മാത്രം പോരാ, അത് കഴിഞ്ഞിട്ട് നമുക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കി അതൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, പിന്നീട് അതെടുത്ത് നോക്കുക. അതൊക്കെ കഴിഞ്ഞ് ഒരു 12 മണിക്ക് നമുക്ക് ഉറങ്ങാൻ കിടക്കാം. ഒരു 6 മണിക്കൂർ നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ അടുത്ത ദിവസം നല്ല പ്രൊഡക്റ്റീവ് ആവുകയുള്ളൂ. സോ 6 മണിക്കൂർ നല്ല സ്വസ്ഥമായിട്ട് എല്ലാവരും കിടന്ന് ഉറങ്ങുക. നീറ്റ് ക്രാക്ക് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അതിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.